ഗായ്സ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിങ്ങനെ കഫീലിൻ്റെ പെങ്ങളെ ഹോസ്പിറ്റലിൽ വർക്കിന് വണ്ടി വിട്ട് വീട്ടിൽ തിരിച്ചു പോകട്ടോ. ഭയങ്കര രസമുണ്ട്. അപ്പോൾ അവളെ കല്യാണപ്പുറത്ത് കഴിഞ്ഞതാണ്, മക്കത്തേക്കാണ് കെട്ടിച്ചിരുന്നത്. അപ്പോൾ അവൾ പിന്നെ അവിടെ നിന്നാണ് ജോലിക്ക് വരിക പോവുക. അപ്പോൾ എനിക്ക് ആ ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിന്. പക്ഷെ ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് ഹജ്ജ് കഴിയോളം അവൾ വീണ്ടും ഇവിടെ നിന്ന് തന്നെയാണ് പോണത്. അപ്പോൾ വീണ്ടും ആ ഓട്ടം വന്നിട്ടാണ്. മറ്റേ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അടുത്തേക്ക് കെട്ടിച്ചിരുന്നത്, ഓളം ഓട്ടമുണ്ട്. ശബാഷ്. ഇപ്പം ഞാൻ പോണത് വേണ്ടതെന്ന് വെച്ചാലേ, ഈ നട്ടുച്ചക്ക് വെയിലത്ത് ഞാൻ പോയിക്കാണ്ട് സാമൂലി വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. ഈ റോഡ് കണ്ട് ക്രോസ് ചെയ്യണമെന്നുള്ളൂ. റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം എപ്പോഴാണ് വണ്ടികൾ വന്ന് കണ്ട് പെട്ടെന്നറിയില്ല. സംഭവം നമ്മൾ നോക്കുമ്പോൾ കുറേ ദൂരത്തേക്കാരും വണ്ടി, പക്ഷേ പെട്ടെന്ന് നല്ല സ്പീഡ് ഉണ്ടാവും, നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കണക്കാട്ടി എളുപ്പത്തിൽ വരും വണ്ടി. അങ്ങനെ ഒരു റിയാലിന് സാമൂലിയും മേടിച്ചു, ഒരു റിയാലിന് ഫുബൂസും മേടിച്ചു. എനിക്കല്ല കേട്ടോ, ഇത് കഫീലിന് വേണ്ടി മേടിച്ചതാണ് ഞാൻ. അങ്ങനെ സമയം 2 മണിയായി. ഞാൻ മാഡത്തിനെറ്റ് ജിമ്മിന് വന്നതാണ്. ആ കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ പെണ്ണുങ്ങളെ ജിമ്മ്. പെണ്ണുങ്ങളത് പറഞ്ഞാൽ ഒരു കുറച്ച് യങ്ങായിക്കാണ്ടുള്ള, അല്ല കുറച്ച് വയസ്സായൊരു ജിമ്മാണത്. ജിമ്മെന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പള്ളി ഉണ്ട്, അവിടെ കയറി കാണുന്ന നിസ്കരിച്ച് ലോറ്. അങ്ങനെ ഞാനൊരു ഇന്തോനേഷ്യൻ്റെ ഫുഡ് മേടിച്ചിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഞാൻ ഇടയ്ക്ക് മേടിക്കണതാണ്, 6 റിയാലാണ്. അപ്പോൾ ഞാൻ ഇന്നൊക്കെ രാവിലെ ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാനത് മേടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് കഴിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കഴിച്ചില്ലെങ്കിൽ സമയം വൈകും. ഇത് ആവിക്ക് വേവിച്ചൊരു ഫുഡാണ് കേട്ടോ. 2 ചിക്കൻ പീസ് പൊരിച്ചതുണ്ട്, ഒരു കോഴിമുട്ടൻ്റെ പീസുണ്ട്, പിന്നെ ഉള്ളി വാട്ടിക്കാണ്ട് എന്തോ ഒരു കൂട്ടാനുണ്ട്. ഇതാണിപ്പോൾ ഇന്നത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്. ഈ റൈസ് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് തിളപ്പിക്കൂല, അങ്ങനെയല്ല കേട്ടോ, അത് ആവിയിൽ തിളപ്പിച്ചതാണ് പറഞ്ഞത്. ഗായ്സ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ലുക്ക്? മുട്ടടിച്ചിന് കേട്ടോ, മൊത്തം മുട്ടടിച്ചുകൊണ്ട് എല്ലാം വടിച്ചതായിരുന്നു. ഇപ്പം കുറച്ച് മുടി വരൽ തുടങ്ങിയതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞിനോ. ഒന്നാമത് എൻ്റെ മുടി തീരെ കട്ടില്ലാത്ത മുടിയാണ്, അപ്പോൾ ഭയങ്കര കൊഴിച്ചിൽ കൊഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് നേരെ ബാർബർ ഷോപ്പ് പോയി കണ്ട് മൊത്തം വടിച്ച് കളഞ്ഞ്. ഞാൻ ഏതായാലും നാട്ടിൽ പോകണ വരെ ഈ ഒരു കോലത്തിലേക്കാരം. ഒരുപാട് മുടി വളർത്തിക്കാണ്ട് പിന്നെ മുട്ടടിക്കുമ്പോൾ വേറൊരു കോലൊക്കെ ആവില്ല. ഞാൻ മുടി മുട്ടടിച്ച് കണ്ട് ഭയങ്കര രസമുണ്ടായി. മുടി മുട്ടടിച്ച് കണ്ട് ഞാൻ കളി അറിയില്ല കേട്ടോ. അതായത് മുടി മുട്ടടിച്ച് സാധാരണ എൻ്റെ മറ്റേ വീഡിയോ കണ്ടങ്ങൾക്ക് അറിയാം, നല്ല മുടി ഉണ്ടായി കണ്ടാണ്. അങ്ങനെ മുടി മുട്ടടിച്ച് ചെയ്തിരിക്കണം. ഈ വണ്ടി പിന്നെ എൻ്റെ കയ്യിലില്ല, എൻ്റെ അടുത്ത് ചെറിയ വണ്ടിയാണ്, വേറൊരു വണ്ടിയുണ്ട്, ഒരു ഷവർലൈറ്റിൻ്റെ ഒരു. ആ വണ്ടി മാഡത്തിനും അല്ലാതെ ഐഡിയ ഇല്ല പറഞ്ഞാൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ വണ്ടി പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഞാൻ പിന്നെ മാഡം വണ്ടി എടുക്കാൻ പറഞ്ഞിക്കാണ്ട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കാണ്ട് മാഡത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഡം അവിടെ വന്നിക്കാണ്ട് ആണ്ടും കണ്ടൊക്കെ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ആരെങ്കിലും വരാണ്ടാവുമെന്ന്. അങ്ങനെ ഒരു കുറച്ച് നേരം ഇങ്ങനെ ആണ്ടും കണ്ടൊക്കെ നോക്കി നിൽക്കണം. പിന്നെ ഫോൺ വിളിച്ചു എനിക്ക്. അപ്പോൾ ഞാൻ ഫോൺ എടുത്താലോ എന്ന് ചോദിച്ചു. മുഹമ്മദ് ജോഡേന്ന് ചോദിച്ചു. മുഹമ്മദ് ജോഡേ ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾ മുമ്പിൽ പറഞ്ഞു. അതിലാണ് മാഡത്തിന് ഞാനാന്ന് തന്നെ മനസ്സിലാവുന്നത്. കുറേ സൃഷ്ടി ചെയ്ത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറേ മുടി വളർത്തിക്കാണ്ട് പിന്നെ മുട്ടടിച്ചുമ്പോൾ ഒരു വേറെ കോലപ്പത്തെ എനിക്ക് തന്നെ എന്തോ മാതിരി. പിന്നെ ഞാൻ തൊപ്പിട്ട് കാണാതെ അറിഞ്ഞത്. തൊപ്പിട്ട കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ വണ്ടിയിൽ കുറച്ചൊരു ഇരിക്കും. ഇനിയിപ്പോൾ 2:40 ഒരു 3 മണിയാവും പോകാൻ. 3 മണി ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താ വിഷയം എന്നറിയാം. സാധാരണ ഞാൻ വരുന്നതിന് മുമ്പ് കഴിക്കല്, ചിലപ്പോൾ മുമ്പ് കഴിക്കാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഓട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ ഇന്തോനേഷ്യൻ്റെ ഒരു ഫുഡ് ഉണ്ട് അവിടെ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റ് കിട്ടും. അപ്പോൾ അത് 6 റിയാലാണ്. അപ്പോൾ അത് മേടിച്ച് കണ്ട് ഇപ്പം ഇന്ന് കഴിച്ച മാതിരി കഴിക്കും. അതല്ല വെച്ചെങ്കിൽ ചിലപ്പോൾ അതിനും നേരം കിട്ടില്ല, ചിലപ്പോൾ ആ ഫുഡ് വരാൻ നേരം കഴിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റി എനിക്ക് 4 മണിക്കാണ്. പിന്നെ ഞാൻ ഈ വന്ന സ്ഥലത്ത് എന്താ വെച്ചാൽ ഒരു VIP ഏരിയ, കുറച്ച് റെസിഡൻ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഫുഡ് അങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊന്നുമില്ല. ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേറെ റേറ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം പൈസ ചിലവാകും, അപ്പോൾ അത് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ എടുത്ത് വെച്ചത്. ചിലപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കഴിക്കാൻ പറ്റും, ചിലപ്പോൾ 4 മണിയൊക്കെ ആവും. അങ്ങനെ പ്രത്യേകിച്ച് ഓരോ ദിവസം ഓരോ സാഹചര്യമാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും 2:40 3:15 ആകുമ്പോഴത്തേന് മാഡം ഇറങ്ങും.
പിന്നെ ഈ വൈകുന്നേരം ആയതുകൊണ്ട് ആ സമയത്ത് ഭയങ്കര തിരക്കായിക്കാരും, ട്രാഫിക് ജാമായിക്കാരും റോട്ടുമ്മേ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ 5 മണിയൊക്കെ കഴിക്കാറ് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ തൊപ്പിട്ട് കാണാൻ നടക്കില്ല. തൊപ്പിട്ടാൽ പിന്നെ ഒരു ഇതുണ്ട്. മറ്റേ ഇതിൽ എന്താ പറയുക, കുഞ്ഞിക്കൂനൻ്റെ സായികുമാറില്ലേ, അയാളെ പോലെ ഉണ്ടായി. പിന്നെ ജലദോഷം ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു ദിവസം കണ്ണൊക്കെ ചോദിച്ചിട്ട് അന്ന് മുട്ടടിച്ചിട്ട് മുടിയൊന്നും വന്നിട്ടില്ല. അന്നാണെങ്കിൽ തൊപ്പിയെടുക്കാനും മറന്ന് കണ്ണൊക്കെ ചോദിച്ചിട്ട് മുട്ടൊക്കെ അടിച്ചിട്ട് ആ സാധാരണ ഷൂ കണ്ടിട്ടല്ലേ അന്ന് ഒരു സാധാ ചെരുപ്പ് ഇട്ടിക്കിട്ടത്. എൻ്റെ പൊന്നരച്ചെങ്കിൽ വരെ ഞാൻ വണ്ടി നിൽക്കുക ഇറങ്ങാൻ തന്നെ മടി. വേറെന്തോ ഒരു കോലം. നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ എനിക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ല, എന്തെന്തോ പറ്റി ചോദിച്ചു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഏതായാലും കുറച്ച് നേരമായി വണ്ടിയിൽ കിടക്കട്ടെ.